ഇലന്തൂരിനെ പറ്റി ഓർക്കുകയായിരുന്നു. നരബലി എന്നൊന്ന് കേരളത്തിൽ നടന്നു എന്ന് നമുക്കന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയോ അതിലേറെയോ ദുരൂഹതകൾ നിൽക്കുകയാണ് ഇപ്പോൾ ചേർത്തലയിലും. എന്താണ് സംഭവിച്ചത് എന്നതുപോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ അന്വേഷണങ്ങൾ, ഈ വാർത്തകളൊക്കെ ആ നാട്ടിലേക്ക് എത്തിയതും ഇയാളെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളിലേക്ക് നാട്ടുകാർ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തതും? നമ്മൾ 2017 മുതൽ ബിന്ദു പത്മനാഭൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. ഇതിൽ 2006 മുതലാണ് ബിന്ദു മിസ്സിംഗ് ആയിട്ടുള്ളത്. പക്ഷേ 2017 പരാതി വരുന്നത്. ഇതിനു മുൻപ് നമ്മുടെ സെബാസ്റ്റ്യൻ ഈ ബിന്ദുവുമായിട്ട് സൗഹൃദം കൂടി ഇടപ്പള്ളിയിലടക്കമുള്ള കോടിക്കണക്കിന് വില വരുന്ന ഭൂമി അത് വ്യാജരേഖ ചമച്ച് ബിന്ദു എന്ന വ്യാജേന മറ്റൊരു സ്ത്രീയെ ഉപയോഗപ്പെടുത്തി അത് രജിസ്ട്രേഷൻ നടത്തി മറിച്ചു വിറ്റു. ആ കേസ് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് ബിന്ദുവിൻ്റെ കേസിലേക്ക് വരുമ്പോൾ വരുന്നത്. വ്യാജരേഖ ചമക്കലും ഈ ഫോർജറി അടക്കമുള്ള കാര്യങ്ങൾ. ഇതിനിടയ്ക്ക് 2012 ഐഷയുടെ മിസ്സിങ് വരുന്നു. ഈ ഐഷയുടെ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ നമ്മുടെ റോസമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ നടത്തിയിട്ടുണ്ട്. റോസമ്മയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന സെബാസ്റ്റ്യൻ അതുവഴിയാണ് ഐഷയെ പരിചയപ്പെടുന്നത്. ഈ സെബാസ്റ്റ്യൻ നമ്മുടെ റോസമ്മയെ വിവാഹം കഴിക്കാമെന്നവരെ വാഗ്ദാനം ചെയ്തു. ഇതിനിടയിൽ ഐഷ മിസ്സിംഗ് ആവുന്നു. ഈ ഐഷയുടെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ നമ്മുടെ റോസമ്മയുടെ മൊബൈലിലേക്ക് ഐഷയുടെ ഫോണിൽ നിന്ന് കോൾ വരെ വന്നു. പക്ഷേ ഇതൊക്കെ അന്വേഷണ സംവിധാനങ്ങൾ മുഖവിലക്കെടുത്തില്ല. സാധാരണഗതിയിലുള്ള ഒരു മിസ്സിംഗ് കേസാക്കി മാറ്റി അതിപ്പോൾ ജൈനമ്മയിൽ എത്തി നിൽക്കുകയാണ്. പക്ഷെ ജൈനമ്മയുടെ അന്വേഷണം ഇച്ചിരി മുന്നോട്ട് പോയത് ഈ ടവർ ലൊക്കേഷൻ കണ്ടുപിടിച്ചതും ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ സെബാസ്റ്റ്യൻ ഈ ചേർത്തലയിലെ കുറച്ച് സ്ഥാപനങ്ങളിൽ, സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ പണയം വെച്ചതുമായി ബന്ധപ്പെട്ട് അതൊക്കെ കണ്ടെടുക്കുകയുണ്ടായി. പക്ഷേ ഈ ബിന്ദു പത്മനാഭനും ഐഷയും ജൈനമ്മയും പിന്നെ ഏറ്റവും അവസാനം ഒരു സിന്ധു, ഇവരുടെയൊക്കെ കാര്യങ്ങൾ എടുത്താൽ സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യമാണ്, അത്തരത്തിലേക്കാണ് ഇദ്ദേഹം നീങ്ങിയത്. ഇപ്പൊ ഈ ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് ഇടവേളകൾ ഇതിന് അദ്ദേഹം എടുത്തിട്ടുണ്ട്. ശ്രീ കെ ആർ രൂപേഷ്, ഇപ്പോ ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പല കേസുകൾ അന്വേഷിച്ചപ്പോഴൊക്കെ ഇയാൾ സംശയനിടയിലായിരുന്നു എന്ന് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടുന്നത്. ഈ ബിന്ദുവിന്റെ കേസിൽ ഇദ്ദേഹത്തിനെതിരെ വ്യാജരേഖ ആരോപണം മാത്രമാണ് ഉള്ളത്. ഇവർ ഇല്ലാതെ പോയി എന്ന് ഇപ്പോഴും തെളിയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇവരില്ല, ഇവർ കൊല ചെയ്യപ്പെട്ടു എന്ന് തെളിയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒന്നുണ്ടോ? ഈ കേസിന്റെ അന്വേഷണ പുരോഗതിയിൽ അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് തുടക്കമുള്ള കാര്യം പറയട്ടെ. ബിന്ദുവിൻ്റെ കേസിൽ അത് പോലീസ് തന്നെയാണ് അത് അട്ടിമറിച്ചത്. അതിന് നേതൃത്വം കൊടുത്തത് അന്നിരുന്ന ജില്ലാ പോലീസ് മേധാവിയും ഡിവൈഎസ്പി അടക്കമുള്ള ആളുകളാണ്. അവർ സെബാസ്റ്റ്യനുമായി ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായൊരു ഡീലുണ്ടാക്കി അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും തെളിവുകളടക്കം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ബാഹ്യ ഇടപെടലുണ്ടായിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഗുണ്ടാ മാഫിയ സംഘങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ് സെബാസ്റ്റ്യൻ. അതുകൊണ്ട് മാത്രമാണ് ബിന്ദുവിൻ്റെ കേസിൽ അത് ഒതുങ്ങി നിന്നതും ഈ ഐഷയുടേത് ഒന്നുമാകാതെ പോയതും ഇപ്പോൾ ജൈനമ്മയിലേക്ക് എത്തിത്തീർന്നതും. ശരി, പക്ഷേ അത്രയ്ക്ക് സ്വാധീനമുള്ള ഒരാളാണോ നമ്മളിപ്പോൾ കാണുമ്പോൾ? ശരിയാണ്, സാമ്പത്തികമായി മെച്ചപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബം എന്നത്, ഒരു മനുഷ്യൻ എന്നതിനപ്പുറത്തേക്ക് ഒരു ഇപ്പോൾ നേരത്തെ ജൈനമ്മയുടെ കേസിലും ജൈനമ്മയുടെ സഹോദരൻ പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ടായ ദുരനുഭവം. ബിന്ദുവിന്റെ കേസിൽ നിങ്ങൾക്കും അങ്ങനെ ഒരു ദുരനുഭവം പറയാൻ കഴിയുന്നുണ്ട്. അത്രമേലൊരു സംവിധാനത്തെ ആകെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ ശക്തൻ എന്നൊക്കെ പറയാൻ കഴിയുമോ ഇയാളെ കുറിച്ച്? തീർച്ചയായും. സെബാസ്റ്റ്യൻ്റെ ആദ്യകാലങ്ങളെടുത്താൽ സാധാരണക്കാരനായി വന്നു. ഒരു ബസ്സിലെ ജീവനക്കാരനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്, ഡ്രൈവറായി പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് ഇടനിലക്കാരനായി മാറി. അദ്ദേഹത്തിൻ്റെ തുടക്കം മുതലെടുത്താൽ ഓരോ ഘട്ടങ്ങളിലും ദുരൂഹതകളുണ്ട്. അവിടെ നമ്മൾ പ്രദേശവാസികൾ തന്നെ ഇത് പറയുന്ന കാര്യമാണ്. ഓരോ ഘട്ടങ്ങളിലും ദുരൂഹത നിറഞ്ഞ ഒരു ജീവിതമാണ് സെബാസ്റ്റ്യൻ നയിച്ചിട്ടുള്ളത്. അതാണിപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം SP അടക്കമുള്ള ആളുകളിൽ ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹം DIG ആയിട്ട് വിരമിച്ച ആളാണ്. അന്ന് സർവീസിലുണ്ടായിരുന്നു. കഴിഞ്ഞിടക്കാണ് DIG ആയിട്ട് വിരമിച്ചത്. നമ്മുടെ മോൻസൺ മാവുങ്കൽ കേസിലടക്കം ബന്ധമുള്ള ആളാണ്. അദ്ദേഹം കൃത്യമായിട്ട് ഇതിന് ശേഷവും അതിനു മുൻപും ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതിനുവേണ്ടി കൃത്യമായി സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര്
ഈ മോൺസൺ കേസിലൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും എന്നുള്ളതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൃത്യമായ ഇടപെടലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ബിന്ദുവിൻ്റെ കേസ് ഇത്തരത്തിലായി പോയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ജൈനമ്മയിലേക്കും ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാം. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത ശേഷം വലിയ മൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബിന്ദുവിൻ്റെ കേസ് നമ്മുടെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ആലപ്പുഴ അന്വേഷിക്കുന്നു. ജൈനമ്മയുടേത് കോട്ടയം ക്രൈംബ്രാഞ്ച് യൂണിറ്റ് അന്വേഷിക്കുന്നു. ഇത് രണ്ടും രണ്ട് വിങ്ങായിട്ട് നിൽക്കുകയാണ്. നമ്മൾ നിരന്തരമായി ആവശ്യപ്പെടുന്നത് ഇവരുടെ എല്ലാവരുടെയും കേസുകൾ എടുത്താൽ അത് സമാനമായ രീതിയിലുള്ളതാണ്. ബിന്ദുവിൻ്റെയും ഐഷയുടെയും ജൈനമ്മയുടെയും സിന്ധുവിൻ്റെയും കേസുകൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകൾ അവർ സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ഇവരുടെ വസ്തുവകൾ വിറ്റു അല്ല ആഭരണങ്ങൾ വിറ്റ് അവരെ വകവരുത്തുന്ന ഒരു രീതിയാണ് സെബാസ്റ്റ്യൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുന്ന ആളെന്ന നിലയിൽ ഒരാൾ പോലും പരാതി പോലും കൊടുക്കാത്ത കേസുകൾ കാണും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നം. അതിനായി ഇതെല്ലാം ഏകീകരിച്ചുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ ഇത് ഏൽപ്പിക്കണം. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ സെബാസ്റ്റ്യനെ വളരെ കൃത്യമായി നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. കാര്യം ഇപ്പോഴും നമ്മൾ ഈ അന്വേഷണത്തിൻ്റെ ഘട്ടം പരിശോധിച്ചാൽ സെബാസ്റ്റ്യനിലേക്ക് വിരൽ ചൂണ്ടുന്ന ചെറിയ തെളിവുകൾ മാത്രമേ ഉള്ളൂ. വ്യാജരേഖ ചമക്കലും സ്വത്ത് തട്ടിയെടുക്കലും. ഈ ജൈനമ്മയുടെ കേസിൽ വന്നാൽ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചു. ഈ സെബാസ്റ്റ്യനാണ് കൊലയാളി എന്നതിലേക്ക് എത്താൻ ഇനിയും ഒത്തിരി ദൂരം സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അതിന് വിദഗ്ധ അന്വേഷണം വേണം. അത് ശാസ്ത്രീയമായ തെളിവുകൾ സ്വീകരിക്കണം. കാര്യം സെബാസ്റ്റ്യനിൽ നിന്നൊരു മൊഴി പോലും ഇതിനനുകൂലമായി കിട്ടത്തില്ല. സെബാസ്റ്റ്യൻ അതിബുദ്ധിമാനായ ഒരു കുറ്റവാളിയാണ്. ഇപ്പോഴും പരസ്പര വിരുദ്ധമായ മൊഴികളാണ് അദ്ദേഹം കൊടുക്കുന്നത്. കൃത്യമായ ഉത്തരം ഒരു ചോദ്യത്തിനും കൊടുക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ മൊഴികളിൽ നിന്ന് ഒരു തെളിവും ലഭിക്കുകയില്ല.